നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വർക്കിച്ച, ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് പുറപ്പെടും. 7 മണിക്കാ ഫ്ലൈറ്റ്. കാശൊക്കെ ഓക്കെ ആയോ? എല്ലാം ഓക്കെയാണ്. അജയം പാലത്തറ ഒന്നിനും കൊള്ളാത്തവനാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അത് വെറുതെയാ. സ്വന്തം മോളെ കൊണ്ട് 10 കോടി രൂപയാ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. എന്നാ ഓക്കെ, ബാക്കി നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ശർമാജി, ഇതാരാ അജയനോ? നിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ നമ്മുടെ കുര്യച്ചനോട്. ഞാൻ കേട്ടു. എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവിടുന്ന് കടന്നു കളയാനാണ് പ്ലാൻ അല്ലേ? എന്താ അജയ, എനിക്കിവിടെ നിന്നാ മതിയോ? ഞാൻ പോയാലല്ലേ സുനിലിനെ പുറത്തിറക്കാൻ പറ്റൂ. ശർമാജി, ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യം പറയാനാ. എന്താ പറഞ്ഞോ? പിന്നെ കാശിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞ ഉടനെ സെറ്റിൽ ചെയ്യാം. അത് വേണ്ട ശർമാജി, എന്റെ മോളിപ്പോ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്ത് പറ്റി? വൈറൽ ഫീവർ ആണോ? ഇപ്പൊ അതിന്റെ സീസണാ കേട്ടോ. അതൊന്നുമല്ല ശർമാജി, എന്റെ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടാ ഹോസ്പിറ്റലായത്. സൂര്യയ്ക്കും ഭാവനയ്ക്കും മാനസയാണ് അക്കൗണ്ടിൽ നിന്ന് കാശ് മാറ്റിയെന്ന് സംശയമുണ്ട്. ആ കാര്യം ചോദിച്ചത് കൊണ്ടാ മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിനിടയിൽ അങ്ങനെ നടന്നു? അതെ ശർമാജി. അതുകൊണ്ട് ആ 10 കോടി രൂപ ശർമാജി സൂര്യയുടെ അക്കൗണ്ടിലേക്കൊന്ന് തിരിച്ചയക്കണം. ഇല്ലെങ്കിൽ ഇനി എന്റെ മോൾ എന്തെങ്കിലുമൊക്കെ കടുകയും ചെയ്യും. എന്താ ചെയ്യാ, നീ തമാശ പറയുകയാണോ? തന്ന കാശ് തിരിച്ചു തരാനോ? നല്ല കാര്യായി. അങ്ങനൊന്നും പറയല്ലേ ശർമാജി. അനുജനെ പുറത്തിറക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഓ പിന്നെ, നിന്നെ ഇനിയും ഞാൻ വിശ്വസിക്കാനോ? നടക്കില്ല ജയ. തൽക്കാലം നീ വന്നതുപോലെ പുറത്തിറങ്ങാൻ നോക്ക്. ഇല്ല, ആ കാശ് തരാതെ ഞാൻ പോകത്തില്ല. എന്നാ പിന്നെ നീ വാങ്ങിയിട്ട് പോയാ മതി. ഫ്രെഡി, ഷാജി, അജയൻ എന്താ വേണ്ടെന്ന് വെച്ച് കൊടുത്തു വിട്. ശർമാജി, ഇത് ചതിയാ. അതെ, ചതിയാണ്. നീ നല്ലവനൊന്നും അല്ലല്ലോ. ചതിക്ക് ചതിയാണ് കൂലി. ശർമാജി, അവളുടെ ഭാഗത്തും തെറ്റ് കാണും. അതുകൊണ്ടായിരിക്കും അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ചുമ്മാ ഇരിക്കും മോനെ. പൂർണ്ണമായിട്ടും സത്യാവസ്ഥ അറിയാതെ ഒന്നും പറയരുത്. മാനസ ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തൊന്നുമില്ല. എന്റെ അമ്മേ, ഞാൻ മാനസയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവളൊരു പക്ക ഫ്രോഡാണെന്നുള്ള തെളിവാണിത്. സേതുവേട്ടാ, ഒരാൾ അപകടത്തിൽപ്പെട്ടു എന്നറിയുമ്പോ ഇങ്ങനെയൊന്നും പറയരുത്. ഓ, ഞാൻ അതിന് കൈ നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. സൂര്യ ഞാൻ വിളിച്ചപ്പോ സൂര്യ പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. സേതുവേട്ടനോട് സൂര്യ പറഞ്ഞോ മാനസയാണ് ആ കാശ് പോയിന്റെ പിന്നിലെന്ന്? അങ്ങനെ ഒരു സംശയം വന്നപ്പോ അവളോട് ചോദിച്ചപ്പോഴല്ലേ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പൊ അവള് തന്നെ ആവും തെറ്റുകാരി. സേതു, അവള് സത്യസന്ധതയുള്ള ഒരു പെണ്ണായതുകൊണ്ടാ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആത്മാഭിമാനമുള്ള ഏതൊരുത്തിയും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. ഞാൻ എന്തായാലും അവളെ ന്യായീകരിക്കത്തില്ലമ്മേ. ഇതിന്റെ ഉള്ളിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും സേതുവേട്ടാ. ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ അവളിനി രക്ഷപ്പെടുന്ന എന്താ ഉറപ്പ്? രക്ഷപ്പെട്ടാലേ ആരാ തെറ്റുകാരി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഭാവന വിളിച്ച് പറയുമായിരുന്നു സേതുവേട്ടാ. ഭാവനയല്ലേ ആള്? അവൾക്ക് എല്ലാരെയും വിശ്വാസമാണല്ലോ. മാനസ ഇതുവരെ കൊണ്ടെത്തിച്ച അവള് തന്നെയാ. എന്താ ശരിയല്ലേ? അവളെ വിശ്വസിച്ച് കൂടെ നിർത്തിയതും പോലെ ഇപ്പൊ സൂര്യയോടൊപ്പം ഓഫീസിൽ ഒരു പോസ്റ്റിംഗ് കൊടുത്തിരിക്കുക. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് മാനസ തന്നെയാവും കാശ് അടിച്ചു മാറ്റിയത്. ശരി, എന്താണെന്ന് നമുക്ക് നോക്കാലോ. എന്തായാലും ആ പെണ്ണ് ഒരു ആപത്തും കൂടാതെ രക്ഷപ്പെടട്ടെ.
തെറ്റ് ചെയ്യാത്ര ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കത്തില്ലമ്മേ. എന്റെ പൊന്ന് സേതു, നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ ഒരു സമാധാനവും ഇല്ല. ചുമ്മാ ഇരുന്ന് പെറുപിറ പറഞ്ഞുകൊണ്ടിരിക്കുക. മാനസ, മാനസിങ്ങനെ കരയാതെ. നീ ഇങ്ങനെ ചെയ്യൂന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. കരയാതെ. നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. ഞാൻ എന്തു പറഞ്ഞാൽ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. സോറി സൂര്യ. സൂര്യ സംശയിച്ചത് ശരി തന്നെയാ. ഞാൻ തന്നെയാ എല്ലാം ചെയ്തത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അല്ലാതെ എന്റെ മുന്നിൽ വേറൊരു വഴിയില്ലായിരുന്നു. മാനസ, നീ എന്താ ആലോചിക്കുന്നേ? ദേ, ആദ്യം നിന്റെ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളൊക്കെ കളയും. ഞങ്ങൾ എല്ലാരും നിന്റെ ഒപ്പം ഉണ്ട്. അച്ഛൻ എവിടെ പോയതാവും? കാണുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് തോന്നുന്നു മനസ്സ? ഓക്കെ ആണോ? ഓക്കെ ഡോക്ടർ. എന്ത് ബുദ്ധിമോശമുള്ള താൻ ഈ കാണിച്ചത്? എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാതാപിതാക്കളോട് പറയണം. അതിനി ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയണം. അപ്പോ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ല. സോറി ഡോക്ടർ, എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാനിത് ആവർത്തിക്കില്ല. 1 മണിക്കൂർ കൂടി നോക്കണം. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വീട്ടിൽ പോവാം. ശരി ഡോക്ടർ. എന്നാ ശരി ശരി. സോറി മനസ്സ, താൻ ഇത്രയ്ക്ക് പാവമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ല. എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം. ഇനി ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. അമ്മ, അച്ഛൻ എവിടെ? അയ്യോ അയ്യോ എന്റെ മോളെ, അയ്യോ എന്തിനാണ് ഈ നീക്കിനൊക്കെ കാണിച്ചത്? അച്ഛനോട് ക്ഷമിക്കും മോളെ. അയ്യോ എന്താ എന്തു പറ്റി? സൂര്യ, എന്നോട് നീ ക്ഷമിക്കണം. അങ്കിൾ കാര്യം പറയൂ. മോളെ മോളെ, നീ അച്ഛനോട് പൊറുക്കണം. നിനക്ക് വേണ്ടി അച്ഛൻ ഇതെല്ലാം ചെയ്തു. എന്താന്ന് വെച്ചാ പറയാങ്ങള്. എനിക്ക് സൂര്യയോടൊന്ന് സംസാരിക്കണം. സൂര്യ, ഭാവനെ ബാ. സൂര്യ ബാ, വരൂ ഭാവനെ ബാ. അമ്മേ, 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 അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? അച്ഛൻ എല്ലാം തുറന്നു പറയാൻ പോവാണോ? എനിക്കറിയില്ല മോളെ. നീ ഇങ്ങനെ കാണിച്ചപ്പോ തന്നെ അച്ഛൻ മാനസികമായിട്ട് തകർന്നു പോയതാ. ശർമാജിയെ കാണാൻ പോണെന്ന് പറഞ്ഞു പോയ ആളാ ഇപ്പോഴാ തിരിച്ചു വരുന്നത്. ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. സൂര്യ, ഈ മഹാഭാവിയോട് പൊറുക്കണം. ഈ ചതിയനായ അങ്കിളിനോട് നീ പൊറുക്കണം. നിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പി ചോദിക്കാം. എന്താ അങ്കിളെ, അതിന് മാത്രം എന്ത് തെറ്റാ അങ്കിള് ചെയ്ത്? സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും 10 കോടി പോയത് മാനസമോള് കാരണമല്ല. മനസ്സിലായില്ല. ഞാനാ സൂര്യയുടെ ഫോണിൽ വന്ന OTP നമ്പർ പറഞ്ഞു കൊടുത്ത് കാശ് അക്കൗണ്ടിൽ നിന്ന് മാറ്റിയത്. താൻ എന്താ പറഞ്ഞത്? അതെ സൂര്യ, ഞാനാ ആ മഹാപാപം ചെയ്തത്.
സൂര്യ ഏ, സൂര്യ കൈ വിട്. എല്ലാവരും നോക്കുന്നു. കൈ വിട്. ഇയാളെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ, തനിക്ക് എങ്ങനെ തോന്നിയാണോ? സൂര്യ സൂര്യ, മാനസമോളുടെ ജീവൻ അപകടത്തിലായപ്പോ ഞാൻ ചെയ്തു പോയതാ. താൻ വീണ്ടും കള്ളം പറയുന്നു. സൂര്യ സത്യമായിട്ട് കള്ളവല്ല സൂര്യ, ഞാനെല്ലാം പറയാം.